നമസ്കാരം. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് ധാരാളം വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരൊറ്റ വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാനാണ് CPM ശ്രമിച്ചത്. ശബരിമലയിലെ കൊള്ളയടക്കം സകലതും മറവിയിലേക്ക് അവർ തള്ളിവിട്ടു. എന്നാൽ പലയിടങ്ങളിലും പ്രാദേശികമായി അവിടുത്തെ വിഷയങ്ങൾ ശക്തമാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന വാശിയിൽ BJP നടത്തുന്ന അതിശക്തമായ ഇടപെടലിന് പ്രതിഫലം കിട്ടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കോർപ്പറേഷന് വലിയ അഴിമതികളെക്കുറിച്ച് BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും നടത്തിയിരിക്കുന്നു. പിണറായിക്ക് പത്രസമ്മേളനത്തിൽ അതിന് ന്യായീകരിച്ച് രംഗത്തിറങ്ങേണ്ട സാഹചര്യമുണ്ടായി. അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വലിയ വിപ്ലവം തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പിൽ അരങ്ങേറുന്നുണ്ട്. ചേർപ്പിലെ BJPക്കാർ ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ രീതിശാസ്ത്രം തന്നെ മാറ്റി. നമുക്കറിയാം, ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയാൽ എങ്ങും മൈക്കിൻ്റെ ബഹളമാണ്, എങ്ങും ഫ്ലെക്സുകളാണ്, എങ്ങും നോട്ടീസുകളാണ്, എങ്ങും ഹോർഡിങ്സുകളാണ്. ഹൈക്കോടതി ശക്തമായ നിലപാടെടുത്തിട്ടും ഈ ശബ്ദ കോലാഹലങ്ങൾ അവസാനിക്കുന്നില്ല. ഒരേ സ്ഥലത്ത് തന്നെ പല സ്ഥാനാർത്ഥികളാണ്. പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ സ്ഥാനാർത്ഥികൾ, കൂടാതെയാണ് ബ്ലോക്കിൻ്റെ സ്ഥാനാർത്ഥികൾ, പിന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥികൾ. മാത്രമല്ല പല വാർഡുകളും കൂട്ടുപിണഞ്ഞ് കിടക്കുന്നു. അതുകൊണ്ട് പല വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ എപ്പോഴും നിലയ്ക്കാത്ത ബഹളമാണ്. എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാക്കിയാണ് ചേർപ്പിലെ BJPക്കാർ മുഴുവൻ പ്രചരണവും ഡിജിറ്റലൈസ് ചെയ്തു. അവർ നോട്ടീസിനും ഹോർഡിങ്സിനും പകരം ഉപയോഗിക്കുന്നത് QR കോഡാണ്. ഈ QR കോഡുമായി അവർ വീടുകളിൽ പോകുന്നു. QR കോഡ് ആളുകൾക്ക് കൊടുക്കുന്നു. അവർ അവരുടെ മൊബൈലിൽ അത് സ്കാൻ ചെയ്യുന്നു. കൗതുകമുണർത്തുന്ന കാര്യമായതുകൊണ്ട് എല്ലാവരും അത് സ്കാൻ ചെയ്ത് കാഴ്ചകൾ കാണുന്നു. BJP എന്താണ് മുമ്പോട്ട് വയ്ക്കുന്നത്, ജയിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് സ്ഥാനാർത്ഥികളുടെ വിശദാംശങ്ങൾ എല്ലാം QR കോഡിൽ അവർക്ക് കാണാം. ഈ വലിയ വിപ്ലവം രാജ്യം ഏറ്റെടുക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ ചെലവ് കുറയ്ക്കാൻ കഴിയും, പരിസ്ഥിതി മലിനീകരണം ഇല്ലാതാക്കാൻ കഴിയും. മാത്രമല്ല ഇതൊക്കെ അച്ചടിച്ചു കൊണ്ട് കൊടുക്കുന്നത് ജനങ്ങൾ കാണണമെന്നില്ല. എന്നാൽ QR കോഡിലൂടെ ആളുകൾ കൗതുകത്തോടെ സ്കാൻ ചെയ്ത് വായിച്ചെന്ന് വരാം. അങ്ങനെ വലിയൊരു വിപ്ലവത്തിന് തന്നെ ചേർപ്പിലെ BJPക്കാർ തുടക്കമിട്ടിരിക്കുന്നു. 14 വാർഡുകളുള്ള ചേർപ്പിൽ 5ഇടത്താണ് BJPക്ക് ഇപ്പോൾ ജയമുള്ളത്. ചേർപ്പ് പഞ്ചായത്ത് പിടിച്ചെടുക്കും എന്ന വാശിയിൽ BJP മുമ്പോട്ട് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ തന്നെ വലിയ വഴികാട്ടിയായി, മാതൃകയായി ചേർപ്പിലെ ഡിജിറ്റൽ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നേറുകയാണ്. ഹരിപ്രസാദ് മേനോൻ എന്ന ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് ഈ വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഹരിപ്രസാദിന് വീഡിയോകളൊക്കെ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ കാണാറുണ്ട്. ഹരിപ്രസാദ് ജോലിയൊക്കെ മാറ്റിവെച്ച് അവധിയെടുത്ത് എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും 10-40 ദിവസം BJPക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണ് ഹരിപ്രസാദിൻ്റെ BJP പ്രവർത്തനം. ഹരിപ്രസാദാണ് ഈ ഐഡിയ കൊണ്ടുവന്നതും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തതും. ഹരിപ്രസാദ് അതേക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ ജനങ്ങളോട് പറയാറുണ്ട്, ഒരു മാറ്റം വേണം, മാറ്റത്തിൻ്റെ സമയമായി, ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് തരണം എന്നൊക്കെ. എങ്ങനെയാണ് ഈ മാറ്റം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ മാത്രം നമുക്ക് ഉത്തരം പതിവില്ല. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരവുമായിട്ടാണ് ചേർപ്പിലെ NDA സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതൊരു QR കാർഡാണ്. ഈ QR കാർഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേർപ്പിലെ NDA അധികാരത്തിലെത്തിയാൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളുടെ, വരദ എന്നാണ് അതിൻ്റെ പേര്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. സ്ഥാനാർത്ഥികളുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനുള്ള കോളവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പുതിയ ആശയങ്ങൾക്കാണ് പുതിയ ലോകത്തെ സൃഷ്ടിക്കാൻ സാധിക്കുക. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഡിജിറ്റൽ പ്രചരണ രീതി ഒരു പഞ്ചായത്തിൽ മുഴുവൻ സ്ഥാനാർത്ഥികളും അവലംബിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിവുള്ള, പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുള്ള ആളുകൾക്കാണ് പുതിയ നാടിനെ സൃഷ്ടിക്കാൻ സാധിക്കുക. അത്തരത്തിൽ നമുക്ക് ഒരു പുതിയ നാട് സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ്, പുതിയ ആശയങ്ങളുമായിട്ടാണ് ചേർപ്പിലെ NDA സ്ഥാനാർത്ഥികൾ ഇവിടുത്തെ വോട്ടർമാരെ സമീപിക്കുന്നത്. സ്ഥാനാർത്ഥിയും പ്രവർത്തകരും വീടുകളിൽ കയറി ആളുകളോട് വിശദീകരിക്കുന്നു. അവരുടെ മൊബൈൽ ഫോണിലേക്ക് സ്കാൻ ചെയ്ത് ഇത് കാണിച്ചു കൊടുക്കുന്നു. പഞ്ചായത്ത് പിടിച്ചെടുക്കുകയാണെങ്കിൽ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വികസന രേഖയാണിത്. ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ളൊരു വികസന രേഖ. ഇത് നമ്മൾ മൊബൈലിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മൊബൈലിൽ കാണാം. അതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പോൾ എത്ര പേരുടെ ആൾക്കാർ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞൊന്നും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ എടുത്തിട്ട് നമുക്ക് അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെയും കൂടി അഭിപ്രായം അതിൽ
നമുക്ക് മൊബൈലിൽ രേഖപ്പെടുത്താം. ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. സ്ഥാനാർത്ഥികളും നാട്ടുകാരും ഈ മാറ്റത്തിൽ സന്തുഷ്ടരാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ ചെലവ് കുറയുന്നു, പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കുന്നു, ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നു എന്നാണ് അവർ പ്രതീക്ഷയോടെ പറയുന്നത്. നരേന്ദ്രമോദിയുടെ ഈ കാലഘട്ടത്തിൽ, AI യുഗത്തിൽ, ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ, ഈ ടെക്കി യുഗത്തിൽ നമ്മൾ മാറണ്ടേ? നമ്മൾ മാറുന്നതിന് വേണ്ടി ചേർപ്പ് പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും ഇപ്പോൾ എൻ്റെ കൂടെ, എൻ്റെ തൊട്ടുപുറകിലായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ സ്കാനർ പിടിച്ച് നമ്മൾ നടക്കുന്നത്? നമ്മളുടെ ഒരു വികസന രേഖ ഒരു ന്യൂസ് പേപ്പറിന് പകരം, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു നോട്ടീസിന് പകരം എല്ലാം ഉൾപ്പെട്ട ഒരു വികസന രേഖയാണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇത് സ്കാൻ ചെയ്ത് നിങ്ങൾ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി NDA അടുത്ത 5 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു പൂർണ്ണ ചിത്രമാണ് ഇതിനകത്തുള്ളത്. ഇത് എന്തുകൊണ്ട് ഇത് സ്കാൻ ചെയ്ത് ഒരു നോട്ടീസാണെങ്കിൽ നമ്മളത് വായിച്ച് പുറത്ത് കീറിക്കളയും, അല്ലെങ്കിൽ ഇത് 5 വർഷം വരെ ഞങ്ങൾ എന്തു ചെയ്തു എന്ന് ഒരു പൂർണ്ണമായ ഒരു തെളിവ് നിങ്ങളുടെ പക്കൽ, നിങ്ങളുടെ ഫോണിൽ, നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഞങ്ങളിത് ഡിജിറ്റലൈസ് ചെയ്തിട്ട് ഇത് അവതരിപ്പിക്കുകയാണ്. ഇനി എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇതിലെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും വരദ എന്ന് പറയുന്ന BJPയുടെ വികസന രേഖ അത് കഴിച്ചാൽ പിന്നെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ ഈ ഇവിടെ മത്സരിക്കുന്നു, ചേർപ്പ് പഞ്ചായത്തിലെ ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ലാ തലത്തിലെ ആയാലും വാർഡ് തലത്തിലായാലും മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളും അതിലൊരു സ്പേസ് ഉണ്ട്, അതിലൊരു ബട്ടൺ അമർത്തി, അതിൽ കൈ അമർത്തി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ പറയാൻ വേണ്ട എല്ലാ സംവിധാനവും ഈ ഒരു QR കോഡിനകത്ത് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല, ഇത് 5 വർഷം കഴിഞ്ഞ് BJP അല്ലെങ്കിൽ NDA ഇവിടെ അധികാരത്തിൽ വരികയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞും നിങ്ങൾക്കെടുത്ത് പരിശോധിക്കാൻ ഈ നിങ്ങളുടെ മൊബൈലിൽ തന്നെ 5 വർഷം സൂക്ഷിച്ചു വെക്കണമെന്നൊരു അഭ്യർത്ഥനയോടുകൂടി ഈ വിപ്ലവം സംസ്ഥാനം ഏറ്റെടുക്കട്ടെ, രാജ്യം മുഴുവൻ പടർന്നു പിടിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. കാരണം തെരഞ്ഞെടുപ്പിൽ അനാവശ്യമായ ചെലവ് നമ്മുടെ രാജ്യത്തെ അഴിമതിയുടെ മൂലധനമാണ്. തെരഞ്ഞെടുപ്പ് ചെലവ് കുറഞ്ഞാൽ അഴിമതിയും കുറയും. കേരളത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ചെലവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ള ഹോർഡിങ്സുകളും ബാനറുകളും നോട്ടീസുകളും വാരിക്കോരി ഒഴുക്കുന്നത്. തമിഴ്നാട്ടിൽ പോലും ഇങ്ങനെയില്ല, യൂറോപ്പിൽ ഇല്ല. ആ ഒരു മാറ്റത്തിന് തുടക്കം ചേർപ്പിൽ നിന്നുണ്ടാവട്ടെ. കേരളം രക്ഷപ്പെടട്ടെ എന്നാണ് പ്രാർത്ഥന.